പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി വന്നു. പാപങ്ങളിലൂടെയാണ്, വചനത്തിന്റെ പ്രമാണത്തിന്റെ ലംഘനത്തിലൂടെയാണ് പിശാചിന് ഞങ്ങളുടെ മേൽ അവകാശം കിട്ടിയത്. അങ്ങയെ കൈവിട്ട് അങ്ങേ അനുസരിക്കാതെ ജീവിച്ചതിന്റെ അനന്തര ഫലത്തിലൂടെ പിശാചിന് ലഭിച്ച നിയമപരമായ അവകാശങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിന്റെ, വിവാഹ ജീവിതത്തിന്റെ, മക്കൾ ജനിക്കുന്നതിന്റെ, കർത്താവെ, ഓരോ മേഖലകളും വന്നുപോയ വീഴ്ചകളും അതിലൂടെ പിശാചിന് ഞങ്ങളുടെ കുടുംബത്തിന്റെ മേല്, പാരമ്പര്യത്തിന്റെ മേല്, തലമുറയുടെ മേല്, ഞങ്ങളുടെ മക്കളുടെ മേൽ ലഭിച്ച അധികാരത്തെക്കുറിച്ചും അവകാശത്തെക്കുറിച്ചും ഒക്കെ അങ്ങ് ഞങ്ങളോടൊന്നും പറഞ്ഞല്ലോ. ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തിന്റെ പാപങ്ങളോർത്ത്, ഞങ്ങളുടെ പാപങ്ങളോർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. അങ്ങയുടെ വചനം അനുസരിക്കാതെ തന്നിഷ്ടം പോലെ ജീവിച്ച ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത്, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ഓർത്ത്, ഞങ്ങളുടെ പാരമ്പര്യത്തെ ഓർത്ത്, ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഈശോയെ, അതിലൂടെ കടന്നു പറ്റിയ പൈശാചിക സ്വാധീനങ്ങള്, അവന് ലഭിച്ച അധികാരങ്ങള്, അവകാശങ്ങള് എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഈ നൊവേനയുടെ ഈ 4-ാം ദിവസം കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിന്, ഞങ്ങളുടെ മക്കൾക്ക് വിടുതൽ നൽകണമേ. ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ വചനം ലംഘിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ആഭിചാര ശക്തികള്, മന്ത്രവാദ ശക്തികള്, കൂടോത്ര ശക്തികള്, ഇസ്ലാമിക ജിന്നിന്റെ ശക്തികള്, ഹലാലിന്റെ ശക്തികള്, ലവ് ജിഹാദിന്റെ ശക്തികള്, വശീകരണ യന്ത്രങ്ങള്, അതിലൂടെ കടന്നു പറ്റിയ പൈശാചിക ആധിപത്യങ്ങളെ, അധികാരങ്ങളെ എല്ലാം നിർവീര്യമാക്കിക്കൊണ്ട് ഈശോ ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ തലമുറയെ അങ്ങ് വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിമോചന പ്രാർത്ഥനയില് ഞങ്ങളുടെ കുടുംബങ്ങളെയും മക്കളെയും തലമുറയെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കുരിശിന്റെ ശക്തമായ മുദ്രയാല് നമ്മെ, നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും മുദ്ര വെച്ചുകൊണ്ട് നമുക്ക് ഈ ബഹിഷ്കരണ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ഉന്നത ശക്തികളോടും ഇലടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരണത്തിന് രക്ഷിക്കുവാൻ വരണമേ. അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി സ്നേഹിക്കുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെ ആണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവൻ ഒരിക്കലും മനുഷ്യനെ വഞ്ചിക്കുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ വേഗമുണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന് മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ സൈന്യത്തെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ. അവൻ മേലിൽ ഒരിക്കലും ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ തലമുറയെ, ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരുവനെയും ഒരു മേഖലകളെയും സ്വാധീനിക്കാനോ അസ്വസ്ഥപ്പെടുത്താനോ ഇടയാകാതിരിക്കട്ടെ. നാമത്തിൽ ഈശോയെ, വിശുദ്ധ മിഖായേലിന്റെ മധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൽ നകന്നു പോയതാണ് നമ്മുടെ വീഴ്ചയ്ക്കുള്ള കാരണവും പിശാചിന് അധികാരം കിട്ടാനുള്ള കാരണവും. വിശ്വാസ പ്രമാണത്തിന്റെ ലംഘനമാണ് നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചതും തകർത്തതും. നമ്മുടെ കുടുംബങ്ങളിൽ പിശാചിന് അവകാശം കിട്ടാനും കാരണമായത് വിശ്വാസ പ്രമാണ ലംഘനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ഈ വിമോചന പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഈ വിശ്വാസം ഏറ്റുപറഞ്ഞ് നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമുക്ക് കരമുയർത്തി വിശ്വാസം ഏറ്റുപറയാം. ഇടതുകരം നെഞ്ചോട് ചേർത്ത് പിടിച്ച് വലതുകരം ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിലേക്ക് ഉയർത്തി, സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് ഒരുമിച്ച് വിശ്വാസം ഏറ്റുപറയാം. ഒരുമിച്ച് വിശ്വാസം പ്രഖ്യാപിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു.
അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് ഈ വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തില് നമ്മെ, നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ തലമുറയെയും ഇപ്പോൾ നമ്മൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും അതിന് കാരണമായ പൈശാചിക ശക്തികൾ, അന്ധകാര ശക്തികൾ, അവന് ലഭിച്ച അവകാശങ്ങൾ, അധികാരങ്ങൾ എല്ലാം അവസാനിപ്പിക്കപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഈ വിമോചന പ്രാർത്ഥനയിലേക്ക് എല്ലാം സമർപ്പിക്കാം. നമ്മെ സമർപ്പിക്കാം, നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന മക്കൾ മുട്ടുകുത്തുക, മുട്ടുത്താൻ പറ്റാത്തവർ എഴുന്നേറ്റ് നിന്ന് വലിയ പ്രാർത്ഥനയോടെ ഈ വിമോചന പ്രാർത്ഥനയിൽ പങ്കുചേരും. സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥതയിലും സാന്നിധ്യത്തിലും ആശ്രയിച്ചുകൊണ്ടും വിശുദ്ധ മാമോദീസായിലൂടെയും വിശുദ്ധ പൗരോഹിത്യത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ടും എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു. പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ മക്കളുടെ ജീവിതത്തിൽ തീരാവ്യാധികളും ദുഃഖങ്ങളും രോഗങ്ങളും പീഡകളും കഷ്ടതകളും ദുരിതങ്ങളും ആപത്തുകളും അപകടങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ, മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പദോഷങ്ങളെ, അശുദ്ധാത്മാക്കളെ, ശാപങ്ങളെ, കൈവിഷ ശക്തികളെ, ഇസ്ലാമിക ജിന്നിന്റെയും ഹലാലിന്റെയും ലൗജിഹാദിന്റെയും വശീകരണ ശക്തികളെ, വചനത്തെ ലംഘിപ്പിക്കുവാൻ, വചനത്തിൽ നിന്ന് മക്കളെ അകറ്റുവാൻ പ്രവർത്തിക്കുന്ന എല്ലാവിധ പൈശാചിക ശക്തികളെ, ആധിപത്യങ്ങളെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ ശാസിച്ച് ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഇവരിൽ നിന്നും ഇവരുടെ ജീവിത വഴികളിൽ നിന്നും മക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഉച്ചാടനം ചെയ്യുകയും കർത്താവായ യേശുവിന്റെ കുരിശിന്റെ പാദത്തിങ്കിലേക്ക് അയക്കുകയും ചെയ്തു. ഇനിമേൽ ഇവരെയോ ഇവരുടെ മക്കളെയോ ഇവരുടെ കുടുംബത്തെയോ ജീവിതങ്ങളെയോ അസ്വസ്ഥതപ്പെടുത്തരുതെന്ന് കർത്താവിന്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു. സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധമായ നാമം വിളിച്ചപേക്ഷിക്കുന്ന അങ്ങയുടെ ഈ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. ഇവിടെ കുടുംബത്തിന് മേൽ കരുണയായിരിക്കണമേ. പ്രിയപ്പെട്ട മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ മക്കളുടെ, ഇവരുടെ കുടുംബത്തിന്റെ, ഇവരുടെ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവിതത്തെയോ ജീവിത സാഹചര്യങ്ങളെയോ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും അവന് ലഭിച്ച അധികാരങ്ങളെയും രോഗങ്ങളും പീഡകളും ആപത്തുകളും അപകടങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും അധമ വികാരങ്ങളും വിദ്വേഷ വൈരാഗ്യങ്ങളും കലഹങ്ങളും ജഡികാസക്തികളും അനുസരണക്കേടിന്റെയും ഭിന്നതകളും സംശയങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും ദുരാസക്തികളും ദുഷ്ചിന്തകളും ദുഷ്പ്രവൃത്തികളും
തെറ്റായ തീരുമാനങ്ങളും ഉളവാക്കുന്ന എല്ലാ ദുഷ്ടാത്മാക്കളെയും, എല്ലാ തിന്മകളുടെയും വഞ്ചനകളുടെയും ഉറവിടമായ സാത്താനെയും അവന്റെ സൈന്യങ്ങളെയും അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ശാസിക്കുകയും ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഇവരുടെ ആത്മാവിൽ നിന്നും, ശരീരത്തിൽ നിന്നും, മനസ്സിൽ നിന്നും, ജീവിത സാഹചര്യങ്ങളിൽ നിന്നും, മക്കളിൽ നിന്നും, സാമ്പത്തിക മേഖലയിൽ നിന്നും, കുടുംബജീവിതത്തിൽ നിന്നും ഉച്ചാടനം ചെയ്യുകയും കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇനി ഒരിക്കലും ഇവയൊന്നും അങ്ങയുടെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ പ്രാർത്ഥനയെ പങ്കെടുക്കുന്ന ഇവരാർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നോ ഈ മക്കളെ അസ്വസ്ഥതപ്പെടുത്താതിരിക്കട്ടെ എന്ന് കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ തിരുരക്തം ഇവർക്കും ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവർക്കും കാവലായിരിക്കട്ടെ. അവിടുത്തെ വിശുദ്ധ കുരിശിന്റെ അടയാളം ഇവർക്ക് സംരക്ഷണമായിരിക്കട്ടെ. അങ്ങയുടെ ജീവദായകമായ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇവരെ വലയം ചെയ്യുകയും എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്ന് ഇവരെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. നിത്യകന്യകയായ നാരകീയ സർപ്പത്തിനെ തലയെ തകർത്ത പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും പിശാചികളെ പേടി സ്വപ്നമായ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മാധ്യസ്ഥവും സംരക്ഷണവും ഇവർക്കും ഇവരുടെ മക്കൾക്കും ഇവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടവർക്കും വസിക്കുന്ന വീടിനും വീടിരിക്കുന്ന മണ്ണിനും സാമ്പത്തിക മേഖലകൾക്കും ഉപജീവന മാർഗങ്ങൾക്കും കൃഷിയിടങ്ങൾക്കും സാമ്പത്തിക സ്രോതസ്സുകൾക്കും കാവലായിരിക്കുകയും ചെയ്യട്ടെ. ഇതുവഴി അങ്ങയുടെ ഈ മക്കൾ, ഇവരുടെ കുടുംബങ്ങൾ, ഇവരുടെ തലമുറകൾ സൗഖ്യവും ശക്തിയും വിടുതലും പ്രാപിച്ച് അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും എന്നും എന്നേരവും സ്തുതിയും സ്തോത്രവും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ യോഗ്യരായി തീരുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവിന്റെ വലിയൊരു വിടുതലും വിമോചനവും നൽകി നമ്മെ അനുഗ്രഹിച്ച കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ തിരുമുമ്പിലേക്ക് നമ്മെ സമർപ്പിക്കാം. നമ്മുടെ കുടുംബ ജീവിതങ്ങള്, നമ്മുടെ വിവാഹ ജീവിതങ്ങള്, മക്കൾ ജനിക്കാതെ പോയത്, മക്കൾ വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് ജീവിക്കുന്നതൊക്കെ പിശാച് നമ്മുടെ മക്കളെ ബന്ധിച്ചിട്ടിരിക്കുന്ന മേഖലകളാണ്. ആ മേഖലകളിലൊക്കെ വലിയ വിടുതലിന്റെ ശക്തി നിറച്ച് കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഓരോ മേഖലയിൽ തെറ്റായ തീരുമാനങ്ങള്, ചില തെറ്റായ ബോധ്യങ്ങള്, ഇതൊക്കെ പിശാച് നൽകുന്ന ബോധ്യങ്ങളാണ്. കർത്താവ് പറഞ്ഞ വചനമാണ് സത്യം. യോഹന്നാൻ 17:17 അവിടുത്തെ വചനമാണല്ലോ സത്യം. ആ സത്യത്തിൽ നിന്ന് അകറ്റുന്ന പിശാച് തെറ്റായ തീരുമാനങ്ങള്, ബോധ്യങ്ങള്, തോന്നലുകള്, ഇഷ്ടങ്ങള്, ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് വചനത്തിൽ ലംഘിപ്പിക്കും. അതിലൂടെ ആ മക്കളുടെ മേല്, അവരുടെ കുടുംബത്തിന്റെ മേല്, തലമുറയുടെ മേല് പിശാച് ആധിപത്യവും അധികാരവും ഉറപ്പിക്കും. കർത്താവിന്റെ സന്നിധിയിലേക്ക് മേഖലകൾക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവെ വിടുവിക്കണമേ. ഈ വിമോചനത്തിന്റെ ശക്തി, ഈ ബഹിഷ്കരണത്തിന്റെ ശക്തി ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകിയതിനോർത്ത് നന്ദി പറയുന്നു. ആ ശക്തി ഇപ്പോൾ ദിവ്യകാരുണ്യത്തിൽ നിന്ന്, വിശുദ്ധ കുർബാനയിൽ നിന്ന് ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ തലമുറയിലേക്ക്, ഞങ്ങളുടെ അവസ്ഥകളിലേക്ക്, തടസ്സങ്ങളിലേക്ക്, രോഗപീഠകളിലേക്ക്, എല്ലാ ബന്ധനങ്ങളിലേക്ക് പ്രവഹിപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ കുരിശ് മനഃശക്തി, കർത്താവിന്റെ കുരിശ് മനഃശക്തി ഞങ്ങളെ വിടുവിക്കട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങളെ വിടുവിക്കട്ടെ, ഞങ്ങളുടെ മക്കളെ വിടുവിക്കട്ടെ, ഞങ്ങളുടെ ദേശത്തെ വിടുവിക്കട്ടെ, ഞങ്ങൾ വസിക്കുന്ന വീടിനെ, വീടിരിക്കുന്ന മണ്ണിനെ, സാമ്പത്തിക മേഖലകളെ, ഉപജീവന മാർഗങ്ങളെ, മക്കളുടെ പഠനത്തെ, സ്വഭാവത്തെ, കുടുംബജീവിതത്തെ, ദാമ്പത്യ ജീവിതത്തെ കർത്താവെ വിടുവിക്കണമേ. കൃപ നിറയട്ടെ, ശക്തി നിറയട്ടെ. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ, യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ,
ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. കർത്താവേ, അങ്ങയുടെ മക്കളെ വിടുവിക്കണമേ. അങ്ങയുടെ മക്കളെ സ്വതന്ത്രരാക്കണമേ. അങ്ങയുടെ മക്കളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്താലും ശക്തിയാലും നിറയ്ക്കണമേ. അങ്ങയുടെ സംരക്ഷണം നൽകണമേ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണമേ. ഞങ്ങൾ തോൽക്കാതിരിക്കാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ മക്കളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ കുടുംബത്തിന് കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ എല്ലാ അവസ്ഥകളുടെയും കൂടെ അങ്ങ് ഉണ്ടാകണമേ. വലിയ പ്രാർത്ഥനയോടെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിന് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിച്ച എൻ്റെ മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈ ആശീർവാദത്തിലൂടെ അവിടുത്തെ ദിവ്യവരങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക്, ദാമ്പത്യ ജീവിതം, മക്കള്, പഠനം, ജോലി, വിവാഹം വേണ്ടെന്ന് പറഞ്ഞ അവസ്ഥകള്, വിവാഹ ജീവിതത്തിന്റെ തടസ്സങ്ങള്, വിവാഹം നടക്കാത്ത മക്കള്, അവരിലേക്കൊക്കെ ദിവ്യവരങ്ങൾ ചൊന്തി കർത്താവിന്റെ വിടുതലും സ്വാതന്ത്ര്യം നൽകി നടക്കാത്ത വിവാഹങ്ങൾ നടക്കണം. തടസ്സപ്പെട്ട് കിടക്കുന്ന വിവാഹ തടസ്സങ്ങൾ മാറണം. മക്കളില്ലാത്ത അവസ്ഥയിൽ വേദനിക്കുന്ന തടസ്സങ്ങൾ മാറണം. കരുണ ചൊരിയണമേ എന്ന് പറഞ്ഞ് എളിമയോട് ദാഹത്തോടും കൂടെ എല്ലാ വിടുതലും അനുഗ്രഹവും പ്രാപിച്ച മക്കളെ, ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒരു പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിച്ച മക്കളെ, വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹങ്ങൾ നടക്കാത്ത ഒത്തിരിയേറെ മക്കള്, ഒത്തിരിയേറെ പ്രത്യേകിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട്. ഒത്തിരി പ്രായം കഴിഞ്ഞിട്ടും വിവാഹം കഴിയാത്ത മക്കള്. എന്നാൽ നമ്മുടെ ഒത്തിരി മക്കള് സഭ വിട്ട്, ഉദാശ വിട്ട് ക്രൈസ്തവരുമായിട്ടൊക്കെ വിവാഹം ചെയ്തു പോകുന്ന മക്കൾ. കർത്താവെ, വലിയ കരുണ അങ്ങ് ചൊരിയണം. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം. അങ്ങയുടെ വചനമനുസരിച്ച് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനും മക്കൾക്ക് ജന്മം കൊടുക്കാനും അങ്ങനെ ഞങ്ങളുടെ കുടുംബങ്ങൾ അങ്ങയുടെ വചനത്തിൽ ഉറപ്പിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായിട്ട് മാറട്ടെ. മക്കളായി തീരട്ടെ. തലമുറയായിട്ട് മാറട്ടെ.